നിങ്ങൾ കേട്ട് കാണും, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അന്തർദേശീയ മാധ്യമങ്ങൾ, ഇന്ത്യൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ICJ അവർ ഇസ്രായേലി പ്രധാനമന്ത്രിക്കെതിരെയും ഹമാസിൻ്റെ ടെറർ നേതാവിനെതിരെയും അറസ്റ്റ് വാറണ്ട്, അതായത് അതിൻ്റെ പ്രോസിക്യൂട്ടർ അതിനു വേണ്ടി വാദിക്കുന്നു. കാരണം അത് ഡിക്ലെയർ ചെയ്യുന്നു. അതിനു മുമ്പ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ ഓർഡർ വന്നു, ഇസ്രായേൽ തെറ്റുകാരാണ്, IDF തെറ്റുകാരാണ്, അങ്ങനെ ഒരു വാർ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു ആപ്ലിക്കേഷൻ അഫിഡവിറ്റ് മൂവ് ചെയ്യുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. വലിയ വാദപ്രതിവാദങ്ങളുണ്ടായി. അവസാനം കോർട്ടിൻ്റെ ആദ്യത്തെ ഓർഡർ വന്നു, അത് ഇസ്രായേൽ തള്ളിക്കളഞ്ഞു. രണ്ടാമത്തെ ഓർഡർ വന്നു, ഇസ്രായേലി പ്രധാനമന്ത്രിയെയും ഹമാസിൻ്റെ നേതാവിനെയും, അതായത് ടെറർ നേതാവിനെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി. ഇനി നമ്മൾ നോക്കാം എന്താണ് അതിൻ്റെ ഇമ്പാക്റ്റും പ്രതിഫലനവും ഗ്ലോബലി ഉണ്ടായത്. ഇതിനെപ്പറ്റി അമേരിക്ക ഒരക്ഷരം വേണ്ടിയിട്ടില്ല, ഒന്ന്. അതേപോലെ ഷെങ്കൻ രാജ്യങ്ങൾ, പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, ഇപ്പോൾ ഫ്രാൻസ് ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും സ്വീഡൻ ആണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളും ഇതിനെപ്പറ്റി അനങ്ങുന്നില്ല. ഇപ്പം ഇന്ത്യയും ഇതിനെപ്പറ്റി ഒന്നും വേണ്ടത്. ഇന്ത്യ ഇതൊരു ജഡ്ജും ഉണ്ട് ആ പാനലിൽ. നിങ്ങൾ കണ്ടു കാണും എത്ര പാനൽ, എത്ര ജഡ്ജിമാരുണ്ട്. അപ്പോൾ ഇതിന് വലിയ റൂളും ലോയും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയും ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിൽ ഇന്ത്യയുടെ ഒരു തടവുകാരനുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂവിൽ. ഇനി ഞാനൊരു കാര്യം, ഇതിൻ്റെ ശരിക്കുമുള്ള കാര്യത്തിലോട്ട് കിടക്കാം. ഇപ്പോൾ ഹമാസിൻ്റെ നേതാവ് എന്ന് പറയുന്ന ടെറർ നേതാവ്, അതായത് അയാളും ബെഞ്ചമിൻ നെതന്യാഹുവും ഒരേപോലെയാണ്. ഈ രീതിയിലാണ് ഇൻ്റർനാഷണൽ കോർട്ട് കാണുന്നത്. അതാണ് അവർ കാണിച്ച ഏറ്റവും വലിയ ബ്ലണ്ടർ. എങ്ങനെയാണ് ടെറർ നേതാവും ജനാധിപത്യമായി എലക്റ്റഡായ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും ഒരേപോലെയാകുന്നത്? ഇതാണ് ചോദ്യം. അതേപോലെ തന്നെ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിനെതിരെ നിരന്തരമായിട്ട് മിസൈൽ വിടുന്നു, ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ആ ഒരു രാജ്യത്തിൻ്റെ ഡിഫൻസ് എന്ന് പറയുന്നത്, അതായത് ആ രാജ്യം നിലനിൽക്കുവാൻ വേണ്ടി അവരുടെ പ്രതിരോധമാണ് അവരുണ്ടാക്കിയത്. ഇതാണ് ലോകരാജ്യങ്ങളും അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളും, ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളും വളരെ നിശബ്ദമായിട്ടിരിക്കുന്നത്. ആരും മിണ്ടുന്നില്ലല്ലോ. എന്താ കാരണം? കാരണം ഇതേ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഈ പോക്ക് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല 5 വർഷം കൂടി ഇവർ നിലനിൽക്കുമെന്ന്. കാരണം ഈ കോർട്ടിന് ഈ പറയപ്പെടുന്ന യാതൊരു പവറുമില്ല. എന്ത് പവറാണുള്ളത്? പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പഴയ അവിടുത്തെ ജഡ്ജിമാരും ഒക്കെ ചോദിക്കുന്ന പല ചോദ്യങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് 2018 അതിന് മുമ്പും ഇറാനിൽ ഏകദേശം 5000-ലധികം പേരെയാണ് ഇബ്രാഹിം റൈസി, അതായത് കൊല്ലപ്പെട്ട ഇറാനിയൻ പ്രസിഡന്റ് അറ്റോർണി ജനറലായിരുന്ന സമയത്ത്, കാരണം റിലീജിയസ് പ്രോസിക്യൂട്ടറായ സമയത്ത് കൊന്നത്. അത് ഏറ്റവും മൃഗീയമായ രീതിയിലാണ് ഇവരെ എല്ലാം കൊന്നത്. പൊളിറ്റിക്കൽ ഡിസൈഡൻ്റ് ആയിരുന്നു. മതപരമായ കാര്യത്തിൻ്റെ പേരിലാണ് 5000 പേരെ ആ രാജ്യത്ത് അവിടുത്തെ പ്രസിഡൻറ്റ്, കൊല്ലപ്പെട്ട പ്രസിഡൻറ്റ്, അവിടുത്തെ അറ്റോർണി ജനറലായിരുന്നപ്പോൾ കൊന്നത്. അതായത് മതത്തെ എതിർക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്ത് ഹ്യൂമൻ റൈറ്റ്സും എന്ത് മനുഷ്യാവകാശത്തെ പറ്റിയാണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പറയുന്നത്? അതേപോലെ പല ഇസ്ലാമിക രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ എടുക്കുക, സൗദി അറേബ്യ എടുക്കുക, മറ്റു പല രാജ്യങ്ങളും എടുക്കുക, അവിടെ നിലനിൽക്കുന്ന നിയമങ്ങൾ, ഇവരൊക്കെ യുണൈറ്റഡ് നേഷൻ മെമ്പേഴ്സാണ്. ഏത് രീതിയിലാണ് അവർ ഇൻ്റർനാഷണൽ ഈ ഹ്യൂമനിറ്റേറിയൻ ലോയെ കാണുന്നത്? കൈവെട്ടുക, തലവെട്ടുക, പെണ്ണുങ്ങളെ അടിക്കുക, സ്ത്രീകൾക്ക് യാതൊരു സ്വാതന്ത്ര്യവും കൊടുക്കുന്നില്ല. ഈ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ത് ഉത്തരവാണ് കൊടുത്തത്? പല ഉത്തരവും കൊടുത്തിട്ട് ആരാ ഇത് മൈൻഡ് ചെയ്യാൻ പോകുന്നത്? അതായത് ഡെവലപ്ഡ് നേഷൻസും ഡെവലപ്പിംഗ് നേഷൻസും കൾച്ചേർഡും സിവിലൈസ്ഡ് ആയിട്ടുള്ള നേഷൻസ് മാത്രമേ ഇതിന് പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. അതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ആ ഒരു സമയത്ത് ഒരു ടെറർ നേതാവ്, ഹമാസ്, കേരളത്തിലുള്ള ഹമാസിൻ്റെ ആരാധകരൊഴികെ എല്ലാവർക്കും അറിയാം ഹമാസ് എന്ന് പറയുന്ന ക്രൂരമായ ടെറർ, അതായത് ഭീകരപ്രവർത്തനം നടത്തുന്ന ഒരു ഗ്രൂപ്പാണ്.
അവർ ഒക്ടോബർ 7 ഇസ്രായേലിൽ കയറിയിട്ട് ഏത് രീതിയിലാണ്, എത്ര ക്രൂരമായിട്ടാണ് സ്ത്രീകളെ വലിച്ചു കീറിയത്. വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു കൂട്ടരും ഒരു ജനാധിപത്യമായി എലക്റ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രിയും ജനാധിപത്യമാണ്. അവിടെ വാർ ക്യാബിനറ്റ് കൂടുന്നു. അത് പൂർണ്ണമായിട്ടും അവിടെ ജനങ്ങളുമായിട്ട് എലക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് നടത്തുന്നത്. ഇതേപോലെ അറേബ്യൻ രാജ്യങ്ങളിലെ ഡിക്റ്റേറ്റർഷിപ്പും ഒതറിറ്റേറിയൻ റൂളൊന്നുമല്ല, അതായത് ജിഹാദൊന്നുമല്ല അവിടെ നടക്കുന്നത്. ആ രാജ്യത്തിൻ്റെ അവരുടെ സെക്യൂരിറ്റിക്ക് പ്രശ്നമായ രീതി ഉണ്ടായി. അതിൻ്റെ പേരിലാണ് അവർ അറ്റാക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അമേരിക്കക്കെതിരെ. അത് ചോദ്യമാണ്. അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ പോയില്ലയോ? എത്ര പേരെ കൊന്നു? അമേരിക്ക ഇറാഖിൽ പോയില്ലയോ? എത്ര പേരെ കൊന്നു? എന്തുകൊണ്ടാണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ ഉത്തരവൊന്നും വരാത്തത്? പേടിയ. അപ്പോൾ ഇവിടെ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ അകത്ത് ഞാൻ ആ ജഡ്ജിനെയും പ്രോസിക്യൂട്ടറെയും ഒന്നും പറയാം. കാരണം ജഡ്ജ് എന്ന് പറയുന്നത്, ചീഫ് പാനൽ പ്രസിഡന്റ് എന്ന് പറയുന്നത് ലെബനീസ് പൗരനാണ്. അതിൻ്റെ ചീഫ് പ്രോസിക്യൂട്ടർ കരീം എന്ന് പറയുന്നത് അദ്ദേഹം ബ്രിട്ടീഷ് പൗരനാണ്. പാകിസ്ഥാനാണ് അദ്ദേഹത്തിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കടക്കുന്നേയില്ല, കാരണം അതൊക്കെ സെക്കൻഡറി മാറ്ററാണ്. ഈ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റർ എന്ന് പറയുന്നത്, ഒരു രാജ്യവും ഒരു എലക്റ്റഡ് ആയിട്ടുള്ള ഡെമോക്രാറ്റിക് രാജ്യവും ഒരു ഭീകരപ്രവർത്തകരെ ഒരേപോലെ കാണുന്ന ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന് എത്ര നാൾ തുടരുവാൻ സാധിക്കും? നമ്മൾ കണ്ടതായി യുണൈറ്റഡ് നേഷൻ്റെ പരിപാടി എന്തുവാണെന്ന്. കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് യുണൈറ്റഡ് നേഷനിൽ പല ഇഷ്യൂസും വരുന്നു, പല ഡിബേറ്റ് വരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഔട്ട്പുട്ടാണ് യുണൈറ്റഡ് നേഷന് കൊടുക്കാൻ സാധിച്ചത്? എത്രമാത്രം ഡിബേറ്റ് നടന്നു ഇസ്രായേൽ ഗാസയുമായിട്ട് ബന്ധപ്പെട്ട്. യുണൈറ്റഡ് നേഷൻ്റെ സെക്രട്ടറി ജനറൽ ഈജിപ്റ്റ് ഗാസ ബോർഡറിൽ പോയിട്ട് ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ കണ്ടു. കാരണം ഇതൊക്കെ ഒരു പേപ്പർ ടൈഗേഴ്സ്, കടലാസ് പുലികളായിട്ട് മാത്രം മാറി. ഇതാണ് ഉണ്ടായേക്കുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ എത്ര വർഷം ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന് നിൽക്കാൻ സാധിക്കും? കാരണം ഇസ്രായേൽ ഗാസ ഇതോടുകൂടി അതിനൊരു തീരുമാനമായി. ലോകത്തൊരു രാജ്യങ്ങളും ഇതിനും പ്രാധാന്യം കൊടുക്കാൻ പോകുന്നില്ല. പല രാജ്യങ്ങളും ഇതിന് ഫണ്ട് ചെയ്യുന്നുണ്ട്. പലരും ഈ ഫണ്ടിങ് പോലും നിർത്തും. കാരണം തെറ്റായ രീതിയിലുള്ള ജഡ്ജ്മെൻ്റാണ് കയറി വന്നിരിക്കുന്നത്. ആർക്കോ വേണ്ടിയോ എന്തിനോ വേണ്ടിയോ ചെയ്യുന്നൊരു സംഭവമായിട്ട്. ഹ്യൂമനിറ്റേറിയൻ വയലൻസ് ഏറ്റവും കൂടുതൽ ഉണ്ടായേക്കുന്ന അറബ് രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളാണ്. ഇവരൊക്കെ പറയുന്ന ശരീഅത്തിലോ അതും ഇതുമൊക്കെ ചേർത്ത് മനുഷ്യന് യാതൊരു സ്വാതന്ത്ര്യവും കൊടുക്കാത്ത ഒരു രാജകീയ ഭരണമുള്ള രാജ്യങ്ങൾ. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? എത്രമാത്രം അതിക്രൂരമായ സംഭവം നടക്കുന്നത്? അതിനെപ്പറ്റി ഒന്നും ഇവർ പറയുന്നില്ല. കാരണം അതിനെപ്പറ്റി പറഞ്ഞാൽ ആ രാജ്യങ്ങൾ ഇവരെ പുച്ഛിച്ച് തള്ളുകയുള്ളൂ. അതാണ് പ്രധാനപ്പെട്ട കാരണം. ഈ പാനലിൻ്റെ ചീഫായ ICJ പാനൽ ചീഫ് ലെബനൻ, അവിടെ എന്താണ് നടക്കുന്നത്? എത്ര വംശീയതയാണ് നടക്കുന്നത്? എത്ര പേരെയാണ് കൊല്ലുന്നത്? അവിടെ ക്രൈസ്തവർക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? അപ്പം അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല. അതിനെപ്പറ്റി പറയാൻ സാധിക്കുന്നില്ല. യമൻ, അവിടെ എന്താണ് സംഭവിക്കുന്നത്? അതിനെപ്പറ്റി ICJ വല്ലതും സംസാരിക്കാൻ പറ്റുമോ? അതേപോലെ തന്നെയാണ് പല അറബ് രാജ്യങ്ങളിലും അതിനെപ്പറ്റി നിസ്സംശയം ഒന്നും സംസാരിക്കുന്നില്ല. ഇറാനെ പറ്റി സംസാരിക്കുന്നില്ല, സൗദിയെ പറ്റി സംസാരിക്കുന്നില്ല. പല ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഇസ്ലാമിക റൂറൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ, അവിടെ എന്താണ് സംഭവം? അതിനെപ്പറ്റി മിണ്ടുന്നില്ല. അത് ഈ ഇഷ്യൂവിലോട്ട് കയറി വന്നിട്ട് ഒരു രാജ്യത്തിൻ്റെ ഡിഫൻസ്, ആ രാജ്യം നിലനിൽക്കുവാൻ വേണ്ടി അവരുടെ ഡിഫൻസ് ഉപയോഗിച്ച് അവർ ഒഫൻസീവായിട്ട് തീവ്രവാദികൾക്കെതിരെ വാറിലോട്ട് പോകുന്നു. അതിനെ ഇത്ര ക്രൂരമായിട്ട് കണ്ട് തീവ്രവാദി നേതാവും ഒരു എലക്റ്റഡ് പ്രൈം മിനിസ്റ്ററും ഒരേപോലെയാണെന്ന് പറയുന്ന ICJ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി കൂഷ്മാണ്ഡങ്ങൾ. കാരണം ബെഞ്ച് ഓഫ് ഇഡിയറ്റ്സ് ആണ് അവിടെ ഇരുന്ന് ഓരോന്നും തീരുമാനിക്കുന്നത്.